മികച്ച IIT സ്വപ്നം കാണുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ആഗ്രഹമാണ് JEE മെയിൻസ് പോലെയുള്ള പരീക്ഷയിൽ മികവാർന്ന വിജയം നേടുക എന്നത്. 2026 JEE മെയിൻസ് സെഷൻ 1 റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ടോപ്പ് പെർസെന്റേജ് സ്കോർ നേടിയ ആരൺ തോമസ് ജേക്കബ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഹായ് ആരൺ. അപ്പം ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഇത്രയും ഉയർന്ന ഒരു പെർസെന്റേജ് സ്കോർ നേടുമെന്ന് എപ്പോഴെങ്കിലും മനസ്സിൽ വിചാരിച്ചിരുന്നോ? ഇല്ല, എത്ര എത്തും വിചാരിച്ചിരുന്നത്. അപ്പോ ഈ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും നല്ലൊരു സ്കോർ കിട്ടിയപ്പോഴത്തേക്കും ആദ്യത്തെ ആ ഒരു ഫീൽ എന്തായിരുന്നു? സന്തോഷമായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. അപ്പം ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമായിരുന്നു അല്ലേ? അതെ അതെ. അപ്പൊ ഒരുപാട് നാൾ ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, സ്വപ്നം കണ്ടു, അവസാനം അത് കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പം ഈ ആരന്റെ കൂടെ തന്നെ ആരന്റെ ഹാപ്പിനെസ്സിന് പോലെ തന്നെ ഫാമിലിക്കും ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ? എന്ത് പറഞ്ഞു കുടുംബം ഇത് കേട്ടപ്പോ? എൻ്റെ അമ്മ വളരെ സന്തോഷിച്ചായിരുന്നു, നല്ല ഹാപ്പിയാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പം നമുക്കിനി ആരന്റെ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ് ആരന്റെ ഫാമിലിയിലുള്ളത്? എൻ്റെ അച്ഛൻ ഡോക്ടർ ബോബി ജേക്കബ് ലിസി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്, ബാല ജേക്കബ്. എൻ്റെ ചേച്ചി ടെസ ലിസ് ജേക്കബ് MA സോഷ്യോളജി ചെയ്തുകൊണ്ടിരിക്കുക, സെയിൻറ്റ് തെരേസസ് കോളേജ് എറണാകുളത്ത്. അപ്പം ഇങ്ങനെ ഒരു JEE മെയിൻസ് എഴുതണമെന്നും IIT പോലെയുള്ള നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കണമെന്നും ഒക്കെയുള്ള സ്വപ്നം എപ്പോഴായിരുന്നു തുടങ്ങിയത്? ഒരു 10ാം ക്ലാസ്സിൻ്റെ അവസാനമായപ്പോഴേക്കിനും എനിക്ക് മാത്സ് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എൻട്രൻസ് JEE എഴുതാമെന്ന് തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ ഇവിടെ തന്നെ വരണം തീരുമാനിച്ച് വന്നു. അപ്പം ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ട് ആരെങ്കിലും ഗൈഡ് ചെയ്തിരുന്നോ? ഫ്രണ്ട്സോ ഫാമിലിയോ? എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരു സ്കൂളുണ്ടെന്ന്, ഇവിടെ നന്നായിട്ട് എൻട്രൻസിൻ്റെ കോച്ചിങ്ങും സ്കൂൾ ഒരുമിച്ചും എടുക്കാൻ സഹായിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സ്കൂളിൽ നോക്കി. അപ്പോൾ ഇവിടെ വന്ന് സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ എഴുതി അല്ലേ? അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി നല്ലൊരു മാർക്കൊക്കെ കിട്ടി. ഇവിടെ KE മാന്നാനം സ്കൂളിൽ അഡ്മിഷൻ ഒക്കെ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ തന്നെ ബ്രില്യൻറ്റിൻ്റെ പരിശീലനവും. എങ്ങനെയായിരുന്നു ഈ 2 വർഷത്തെ ജേർണി മോനെ ഈ ഒരു ഇതിൽ ഹെൽപ്പ് ചെയ്തത്? സാറുമാരൊക്കെ ഇവിടെ എല്ലാ ദിവസവും വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. സംശയങ്ങളൊക്കെ വന്നപ്പോൾ അവർ ഡൗട്ട് ക്ലിയറൻസ് വരെയും എല്ലാ ചെറിയ കാര്യം തൊട്ട് തന്നെ അവർ പറഞ്ഞു തരാൻ വന്നിട്ടുണ്ട്. സൺഡേസിലും അവധി ദിവസങ്ങളിലൊക്കെ സാറുമാർ അപ്പം ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് തന്നെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഈ 2 വർഷം മോൻ ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിച്ചിരിക്കുന്നത്? അപ്പൊ എങ്ങനെയാ ഹോസ്റ്റൽ ലൈഫ് മോനെ ഹെൽപ്പ് ചെയ്ത ആ കാര്യങ്ങൾക്കൊക്കെ? ഹോസ്റ്റലിൽ ഒരു നല്ല കോമ്പറ്റീറ്റീവ് ഒരു എൻവയോൺമെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി ആൾക്കാർ പഠിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കും പഠിക്കാനൊരു ആഗ്രഹം വരും. അതിൻ്റെ കൂടെ വേറെ പഠിക്കുന്ന ഇനിയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ നമുക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ നമുക്ക് അവരോടും ചോദിക്കുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പം ഇപ്പം ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്തായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരും അല്ലേ? അപ്പം അങ്ങനെ ഒരു ഡൗട്ട് വരുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുക? എൻ്റെ കൂട്ടുകാരോട് പോയി ചോദിക്കുന്ന പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, കൂട്ടുകാരതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? പിന്നീട് ഈ ഒരു IIT അല്ലെങ്കിൽ ഇനിയിപ്പം മനസ്സിലൊരു IIT സ്വപ്നം കിടപ്പുണ്ടല്ലോ, അതിൻ്റെ ഒരു ആദ്യത്തെ പടിയാണല്ലോ നമ്മൾ ഈ കടന്നിരിക്കുന്നത്. അപ്പോൾ ഈ JEE മെയിൻസ് സെഷൻ ഏത് ഷിഫ്റ്റാണ് മോൻ എഴുതിയത്? 21ാം തീയതി 2ാമത്തെ ഷിഫ്റ്റ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ആ ദിവസത്തിന് വേണ്ടിയിട്ട് കുറേ നാൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ ആ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്ട്രാറ്റജീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ നാളുകളായിട്ട് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാംസും പ്രിപ്പറേറ്ററി മോഡൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ മോനെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ മനസ്സിൽ ആദ്യം ഇന്ന സബ്ജക്റ്റ് എഴുതി തുടങ്ങണം, പിന്നീടാണ് രണ്ടാമത് അടുത്ത സബ്ജക്റ്റ്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നിരിക്കാൻ മനസ്സിൽ. അത് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് എക്സാം ഹോളിൽ ചെയ്യാൻ പറ്റിയിരുന്നോ? അത്യാവശ്യമായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഞാൻ യൂഷ്വലി ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തു. ആദ്യം കെമിസ്ട്രി ചെയ്തു, എന്നിട്ട് ഫിസിക്സ് ചെയ്തു, എന്നിട്ട് മാത്സ് ചെയ്തു. ആ ഒരു ഫ്ലോ അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നാൾ കുറേ മോഡൽ എക്സാംസ് എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ മോഡൽ എക്സാംസിനെ പോലെ തന്നെ ആയിരുന്നോ റിയൽ എക്സാം എന്ന് പറയുന്നത്? അതെയോ അതിനേക്കാളും കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് ഫീൽ ചെയ്തിരുന്നോ? റിയൽ എക്സാം ഈ വർഷം അല്പം കൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് ഈസിയർ ആയിട്ട് തോന്നിയില്ല, പക്ഷേ ഒരു ലെവലായിട്ട് തോന്നിയിട്ടില്ല. ഏകദേശം അതേ ലെവലിലാണ് ബ്രില്യന്റ് ടെസ്റ്റ് സീരീസ് പോലെ തന്നെ ഒരു സെയിം പാറ്റേൺ ആയിട്ട് തോന്നി അല്ലേ? അപ്പൊ കുറച്ചുകൂടെ ഈസി ആയിട്ട് എഴുതാൻ പറ്റി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു നല്ലൊരു സ്കോർ കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പം ഈ JEE മെയിൻ സെഷൻ 1 എഴുതിയപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിരുന്നു കുറച്ചുകൂടെ പാടായിട്ട് തോന്നിയത്? മാത്സ് ആയിരുന്നു ഇത്തിരി കൂടെ പാടായിരുന്നു. അത് ലെങ്തി ഉദ്ദേശിച്ചതിനായിട്ടും സമയം എടുത്ത് ചെയ്യാൻ പറ്റിയപ്പോൾ ടൈം കുറച്ച് പോയായിരുന്നു. അപ്പൊ ഇനി JEE അഡ്വാൻസ്ഡ് വരുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് നാളുകൾക്കുള്ളിൽ JEE അഡ്വാൻസ്ഡ് വരുമല്ലോ. അപ്പൊ പുതിയ സ്ട്രാറ്റജി എന്ന് പറയുന്ന ആ ലെങ്തി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ടൈമിനുള്ളിൽ മാനേജ് ചെയ്യാന്നാണോ? അതെ, ഇനിയും ടൈം ബേസ് ചെയ്തിട്ട് ഇനിയും ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്യുന്നതാണ് എൻ്റെ പ്ലാൻ.
ഓക്കെ, അപ്പം ഇനി JEE അഡ്വാൻസിന് വേണ്ടിയുള്ള വേറെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരിക്കും? ഇപ്പൊ മെയിൻസിന് ഇല്ലാത്ത കുറെ ചാപ്റ്റേഴ്സ് ഉള്ളത് കണ്ടുപഠിക്കണം. ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ കുറെ കെമിസ്ട്രിക്ക് ഉണ്ടായിരുന്നു അല്ലേ? അതെ, സാർമാർ പഠിപ്പിക്കുന്നുണ്ട്. അത് എല്ലാ ദിവസവും കുറച്ചൊക്കെ കാണും, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം മെയിൻലി PYQവും ബ്രില്യന്റിന്റെ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ആയിരുന്നു എക്സാമിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെ. അപ്പം എന്തൊക്കെ ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്പ് ഫെസിലിറ്റീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തിരുന്നോ? അതെ, ബ്രില്യന്റ് കുറെ മോക്ക് ടെസ്റ്റ് ഒക്കെ ലേൺ ആപ്പിൽ വെച്ചിട്ടുണ്ട്. അതല്ലാതെ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഇതിനും കൂടി നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുകയും ഉറപ്പിക്കുകയും ചെയ്യാറ്. ഓക്കെ, അപ്പം എങ്ങനെയാ ഈ ഒരു 2 വർഷം സ്കൂളിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്? എങ്ങനെ സ്കൂൾ സഹായിച്ചു മോൾഡ് ചെയ്തെടുക്കാനായിട്ട്? സ്കൂൾ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ബ്രില്യന്റും സ്കൂൾ ഒരുമിച്ച് നടക്കുന്ന കുറേ വർഷങ്ങളെ ഇവിടെ നടക്കുന്നു. സ്കൂൾ വെരി റെഡി ആയിരുന്നു നമ്മളെ സഹായിക്കാനായിട്ട്. ആ കൂട്ടത്തിൽ മുല്ലശ്ശേരി വെച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫെസിലിറ്റീസ് ഇപ്പോഴും പണിതുകൊണ്ട് വെക്കുക. നമ്മൾക്ക് ഈ വർഷം ഒരു കമ്പ്യൂട്ടർ ലാബ് തന്നു. അതിന് കൂടെ നമ്മുടെ ഹോസ്റ്റലിൽ ഇത്തിരി കൂടെ കംഫർട്ടബിളും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആക്കാൻ മുല്ലശ്ശേരി വെച്ച് സഹായിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ എക്സാംസ് ഒക്കെ എഴുതുമ്പോഴേ, ഇപ്പോൾ മോഡൽ എക്സാം ആണെങ്കിലും വീക്ക്ലി എക്സാം ഒക്കെ ആണെങ്കിലും എപ്പോഴും ഒരേ ഫ്രീക്വൻസിയിൽ ആയിരിക്കില്ലല്ലോ മാർക്ക് പോവുക. ചിലപ്പോൾ കൂടി വരും, ചില ദിവസങ്ങളിൽ ഡൗൺ ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പം ചിലപ്പോൾ നമുക്ക് മെന്റലി ചിലപ്പോൾ വിഷമം വരാം. അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളിലെ എങ്ങനെയായിരുന്നു അതിനെ നമുക്കൊന്ന് നോർമലൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്? അപ്പം ബ്രില്യന്റിന്റെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തിരുന്നത്? ബ്രില്യന്റിന്റെ ടീച്ചേഴ്സ് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ വന്ന് നമ്മൾക്കുള്ള സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ക്ലാസ് ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ ജോസഫ് സാറായിരുന്നു. വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, മോട്ടിവേഷനൊക്കെ തന്നെ റെഡി ആയിരുന്നു. ബിജു സാറും എല്ലാ ദിവസവും സ്കൂളിൽ കോർഡിനേറ്റർ ആണല്ലേ? കോർഡിനേറ്റർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് മോട്ടിവേഷൻ തരാനായിട്ട് റെഡി ആയിരുന്നു. അതുപോലെ ബ്രില്യന്റിന്റെ ഡയറക്ടേഴ്സും ഒക്കെ വന്ന് മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇതെല്ലാം ആയിരുന്നു ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മോട്ടിവേഷന്റെ എല്ലാം ഒരു ഫൈനൽ റിസൾട്ടാണ് ഇപ്പം മോന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും മനസ്സിലൊരു ഇന്നൊരു ബ്രാഞ്ച് വേണം, IIT-യിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് എനിക്ക് ഇന്ന ബ്രാഞ്ച് വേണമെന്നുണ്ടോ? കമ്പ്യൂട്ടർ സയൻസ് വേണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് കമ്പ്യൂട്ടർ സയൻസ് ആ ബ്രാഞ്ച് വേണമെന്ന് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം വരാൻ എന്തെങ്കിലും ഇൻസ്പയറിംഗ് ഫാക്ടർ ഉണ്ടോ? ഇല്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും. ഓക്കെ, അപ്പോൾ JEE മെയിൻസ് സെഷൻ 1 നല്ലൊരു റിസൾട്ടാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഇനി വിജയത്തിന്റെ രണ്ടാമത്തെ ഒരു ചവിട്ടുപടിയായിട്ട് JEE അഡ്വാൻസ്ഡ് ഉണ്ട്. അഡ്വാൻസ്ഡിൽ ഈ മെയിൻസിനേക്കാളും നല്ലൊരു സ്കോറും നല്ലൊരു റാങ്കും കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുമുട്ടണം. അന്ന് ഏറ്റവും നല്ല ടോപ്പ് സ്കോറും ടോപ്പ് റാങ്കുമായിട്ട് തന്നെ ഞങ്ങളുടെ മുമ്പിൽ വരട്ടെ. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.